നമസ്കാരം, ലൂസ് ടോക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇന്നെന്താണ് വിശേഷങ്ങൾ? സംസ്ഥാനത്ത് രണ്ടാം ഘട്ടം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് നടക്കുകയല്ലേ? തൃശ്ശൂർ മുതൽ അങ്ങോട്ടുള്ള ജില്ലകളിൽ ഒന്നാം ഘട്ടത്തിന് വേണ്ട പോലെ വോട്ടിംഗ് നടന്നിട്ടില്ല. അത് ഞാൻ പറഞ്ഞില്ല. ഞാൻ വോട്ട് ചെയ്യാൻ പോയപ്പോഴും അവിടെ അത് ആളില്ലായിരുന്നു. അന്വേഷിച്ചപ്പോൾ ഞാൻ ആദ്യം കരുതി ഞാൻ അവസാനം ചെന്നതുകൊണ്ടാണ് സംഭവിച്ചത്. പിന്നെ അന്വേഷിച്ച് പറഞ്ഞത് ആൾ കുറവായിരുന്നു. പൊതുവെ വളരെ വിചിത്രമാണ് കേട്ടോ. എനിക്ക് പക്ഷെ വൈക്കത്ത് ഞാൻ നോക്കിയപ്പോൾ നന്നായിട്ട് നടന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ സ്വാധീനമൊക്കെ നടന്നിട്ടുണ്ട്. അത് അവർ പാർട്ടിക്കാരെ കൊണ്ട് അവർ ചെയ്യിക്കും, അവർ ഉറപ്പ് വരുത്തിക്കും അവരാൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം. എന്താണ് സംഭവിച്ചത് അറിയില്ല. അല്ല, എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ ന്യൂജൻ ഉണ്ടല്ലോ, പുതിയ തലമുറയിൽപ്പെട്ട പിള്ളേർക്ക് പലർക്കും ഇതിലൊന്നും ഒരു താല്പര്യം ഇല്ല എന്നുള്ളത്. അവർക്ക് രാഷ്ട്രീയം വലിയ താല്പര്യമുള്ള വിഷയമല്ല. അവർക്ക് അറിഞ്ഞും കൂടെ അവർ വോട്ട് ചെയ്യാൻ പോകാറില്ല. പലപ്പോഴും നമുക്കറിയാവുന്ന ഇത്ര കുടുംബങ്ങളിൽ പുതിയ തലമുറയിൽപ്പെട്ട പിള്ളേർ അവർ വോട്ട് ചെയ്യാൻ പോലും പോകില്ല. നമ്മൾ പറയും നിങ്ങൾ എന്തെങ്കിലും വോട്ടെങ്കിലും ചെയ്യാം, ആരും എന്തിന് വേറെ അവിടെ ക്യൂക്കാൻ പോകുന്നതാണ് അവരെ ചോദ്യം. പിന്നെ മെനക്കേടല്ലേ എന്തായാലും ഈ തെരഞ്ഞെടുപ്പിന് വലിയൊരു പ്രസക്തിയുണ്ട്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ CPM സാധാരണഗതിക്ക് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ CPM LDF ഒരു മുന്നേറ്റമാണ്. എപ്പോഴും ഈസി വാക്കുറവാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അതിനൊരു ക്ഷീണം വന്നാൽ അതിനർത്ഥം ഇവിടെ CPM ക്ഷീണം വന്നിരിക്കുന്നത് അതിനേക്കാൾ ആഘാതത്തിലായിരിക്കും പിന്നെ സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇതൊരു ടെസ്റ്റ് ഡോസാണ്. മാത്രമല്ല ഈ കോൺഗ്രസ്സുകാർ പട്ടിക്കത്തില്ല. ഇന്ന് അവർ തമ്മിൽ വീണ്ടും തർക്കമായി. ഇന്ന് രാവിലെ KPC പ്രസിഡന്റ് സണ്ണി ജോസഫ് അദ്ദേഹം അവിടെ വോട്ട് രേഖപ്പെടുത്തിയിട്ട് വന്നു പത്രക്കാർ കണ്ടപ്പം രാഹുലിന്റെ രണ്ടാമത്തെ കേസ് അത് വെൽ ഡ്രാഫ്റ്റഡ് എന്നാണ് പറഞ്ഞത്. വെച്ചാൽ ഇതിനോട് കരുതി കൂട്ടി പ്ലാൻ ചെയ്ത് ഉണ്ടാക്കിയ ഒരു കേസ് എന്നുള്ളതാണെന്ന് തോന്നുന്നു. പിന്നീട് പ്രതിഷേധ വിടി സതീശൻ പറഞ്ഞത് അങ്ങനെയല്ല, അത് ശരിക്കും അത് വെൽ ഡ്രാഫ്റ്റഡ് തന്നെയാണ്, എന്നുവെച്ചാൽ അങ്ങനെ തന്നെ ചെയ്യേണ്ടതെന്നുള്ള രീതിയിലാണ് ഇവർ രണ്ടഭിപ്രായം പറയുക. ഈ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കുഴപ്പം അതാണ്. എല്ലാവരും ഞാനാണ് കേമനെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ ഇലക്ഷൻ്റെ അന്നല്ലേ അടൂർ പ്രകാശ് പറഞ്ഞത് മറ്റേ ദിലീപിന്റെ വിഷയത്തിൽ. അത് പറഞ്ഞ സത്യത്തിൽ പറഞ്ഞ അടൂർ പ്രകാശ് പറഞ്ഞാണ് വാസ്തവം. നിയമപരമായ കറക്റ്റാണ്, നിയമപരമായ കറക്റ്റ്. ഇവിടെ ഈ സണ്ണി വക്കീല് KPC പ്രസിഡന്റ് സണ്ണി വക്കീലിൽ അയക്ക് വക്കീലാണ്, പ്രാക്ടീസിങ് ലോയർ. അതെ. അപ്പൊ അദ്ദേഹത്തിന് കറക്റ്റ് അറിയാം. എന്ന് മാത്രമല്ല, എനിക്ക് പിടികിട്ടാത്തൊരു കാര്യം, ഈ വിഷയങ്ങളിലൊക്കെ കോടതി ഒരു കാര്യം പറഞ്ഞ പിന്നെ എന്തിനാണ് വിചാരണയ്ക്ക് പോകുന്നത്? കോടതിയേക്കാൾ വലിയ ആളുകളാണ് ഇവിടെ ഉള്ള ആളുകൾ. ഇവിടെ ഇപ്പൊ സമൂഹ മാധ്യമങ്ങൾ നമ്മൾ കാണുന്ന അതാണല്ലോ, കോടതി വലിയ ചോദ്യം ചെയ്യാണ്. എന്തോന്ന് കോടതി എന്ന രീതിയിൽ ഇവിടെ ഓരോരുത്തരെ വിളിച്ച് ചോദിക്കും നിങ്ങൾ നിലപാട് മാറ്റും. ഞാൻ പറഞ്ഞ നിലപാട് മാറ്റിയിട്ടില്ല, ഞങ്ങൾ കോടതി പറഞ്ഞാൽ ചെയ്യാൻ പറ്റും, അല്ലാതെ കോടതി വിധി ശരിയല്ല കോടതിയെ ജഡ്ജിയെ ചെയ്ത് വിളിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മൾ ദിലീപിനെ ചെയ്ത് വിളിച്ചോണ്ടിരുന്നതാണ്. അതെ. പക്ഷെ കോടതി ദിലീപ് നിരപരാധിയാണെന്ന് പറഞ്ഞാൽ നമ്മളത് വിശ്വസിക്കണം. ഇനി ഹൈക്കോടതി അപ്പീലിൽ ദിലീപ് കുഴപ്പക്കാരനെന്ന് പറഞ്ഞാൽ നമ്മുടെ ജോലിയാണല്ലോ, നമ്മുടെ കടമയാണത്. എന്തുകൊണ്ടാണ് ദിലീപ് കുഴപ്പക്കാരെന്ന് ഹൈക്കോടതി പറഞ്ഞു, അതിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യും. ഇവിടെ എന്തുകൊണ്ടാണ് ദിലീപ് നിരപരാധിയെന്ന് കോടതി പറഞ്ഞു, നമ്മൾ അതിനെ ഹൈലൈറ്റ് ചെയ്യും. അപ്പൊ വളരെ വിചിത്രമാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നുള്ളതാണ്. 6 മണി വരെ സമയമുണ്ട്. 6 മണി വരെ ഉണ്ട്. രാഹുൽ വന്ന തടയുന്ന കണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ? ഇനി പ്രേക്ഷകരോട് പറയാം, 6 മണി ആയില്ല, ഞങ്ങൾ റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയാണ്. കുറച്ചു നേരം മുമ്പ്. ഇതിപ്പം റെക്കോർഡ് ചെയ്യുന്നത് 5 മണിയാണ്. 5 മണിക്ക് റെക്കോർഡ് ചെയ്യുന്നത്, 6 മണിക്കാണ് സംപ്രേഷണം ചെയ്യുന്നത്. രാഹുൽ ഒരു 5:30 ആകുമ്പം വരും എന്നാണ് ഞങ്ങളുടെ അറിവ്. ഇന്നലെ അറിയായിരുന്നു രാഹുൽ 5:30 വരും എന്നുള്ള കാര്യം. ഞാൻ രാഹുലിനോട് സംസാരിച്ചായിരുന്നു. അപ്പൊ രാഹുൽ എന്നോട് പറഞ്ഞൊരു 5:05 ആകുമ്പോൾ നേരത്തെ വന്ന് സീൻ ഉണ്ടാക്കണേക്കാളും നല്ലത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു? ഒരു പക്ഷെ പ്രേക്ഷകർ ഇത് കേൾക്കുമ്പോൾ അറിയായിരിക്കും എന്ത് സംഭവിച്ചു, രാഹുൽ വന്നോ തടഞ്ഞോ ബഹളം വെച്ചോ. എന്തായാലും ഞങ്ങളെ രാഹുൽ അറിയിച്ചിരിക്കുന്നത് 5:30 ആകുമ്പോൾ എത്തുന്നതാണ്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം, രാഹുൽ വരിക. പക്ഷെ രാഹുലിന്റെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്നുള്ളത്. ഏതൊരു വ്യക്തിയുടെ അവകാശമാണ്, ഇൻഡിപെൻഡന്റ് അവകാശമാണ്, വോട്ടവകാശമാണ്. വോട്ട് ചെയ്യണം. അതിന് തടയാൻ ഒരിക്കലും ആർക്കും ഒരു അവകാശവുമില്ല. അയാൾക്ക് അധികാരം ഉണ്ട്, അയാൾക്ക് അതിനുള്ള അധികാരമുണ്ട്. എനിവേ, നമ്മുടെ ഇന്നത്തെ വിഷയം ഞാൻ വളരെ വേദനയോടുകൂടിയാണ് ഇതിൽ അവതരിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നിയത് രാഹുൽ ഈശ്വറിന്റെ കാര്യത്തിലാണ്. ഞങ്ങൾ അത് പരിഹസിക്കേണ്ട നമ്മൾ അദ്ദേഹം ഒരിക്കലും അല്ല. കാരണം ഇന്നും അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയില്ല. ഇനി 15-ാം തീയതി തിങ്കളാഴ്ച കേസ് പരിഗണിക്കും. ഞാൻ പറഞ്ഞല്ലോ രാജ്മോഹൻ, ഞാനൊരു വേദനയും നിരാശയും ദുഃഖവും ഷോക്കുമുണ്ട് എനിക്ക് ആ വിവരം അറിഞ്ഞപ്പോൾ. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ടൈറ്റിൽ ഇട്ട് കൊടുത്തിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. അത് ശത്രുവിന് പോലും സംഭവിക്കരുത്. നമുക്കൊരാളോട് ശത്രുതയുണ്ട്, അയാൾക്ക് പോലും സംഭവിക്കും. സ്പെഷ്യൽ വീഡിയോ എടുത്ത് തുടങ്ങിയത് അങ്ങനെയായിരുന്നു. അല്ല, ശത്രു പോലും സംഭവിക്കരുത് എന്നുള്ളത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ നോക്കൂ, രാഹുൽ ഈശ്വർ ചെയ്ത കുറ്റകൃത്യം തീർച്ചയായും അദ്ദേഹത്തിന് മിനിമം ശിക്ഷ അർഹിക്കും. പക്ഷേ അദ്ദേഹം അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ ജയിലിലായിപ്പോയി. മാത്രമല്ല ഈ കേസിലെ 1-ാം പ്രതി, ബാക്കി പല പ്രതികളുണ്ട്. അതായത് 6 പ്രതികളാണ് ഈ കേസിൽ. അതിൽ 5-ാമത്തെ പ്രതിയാണ് രാഹുൽ ഈശ്വർ. ബാക്കി 4 പ്രതികളെയും പോലീസ് പിടിച്ചിട്ടില്ല, 5 പ്രതികളെയും പോലീസ് പിടിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, സന്ദീപ് വാര്യരുടെ കേസ് ചെന്നപ്പം സന്ദീപ് വാര്യർക്ക് വേണ്ടിയിട്ട് പോലീസ് പറഞ്ഞത് ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ലെന്നാണ്. പോലീസിനോട് ചോദിച്ചു, ഞങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശമില്ലെന്ന് പറഞ്ഞു. ഓർക്കണം, സന്ദീപ് വാര്യർ 1-ാമത്തെ 2-ാമത്തെ കണ്ട് പ്രതിയാണ്. പിന്നെ പത്തനംതിട്ട ഒരു പെങ്കൊച്ചൊരു പുളിക്കലുണ്ട്. പിന്നെ ദീപ ജോസഫ്, ദീപ നാട് വിട്ടു. ഞാൻ ദീപ കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. ദീപനോട് പറഞ്ഞു, ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തതിന്റെ പദ്ധതിയാണ് യൂറോപ്പിലാണ്,
യൂറോപ്പിലെ ചില പ്രോഗ്രാമുകളും അവരൊരു പുസ്തകം എഴുതിയിട്ട് ആ പുസ്തകത്തിനായിട്ട് ഞാൻ ഇനി മാസങ്ങൾ കഴിഞ്ഞ് വരത്തുള്ളൂ എന്നോട് അവർ പറഞ്ഞു. അപ്പൊ ഈ ദീപയുടെ പുറകെ അവർ പോയിട്ടേ ഇല്ല. എംബസി പറഞ്ഞവരെ കൊണ്ടുവരാന്നുള്ളതല്ലേ ഉള്ളൂ, ഒന്നും പാടാണ്. എംബസി കൊണ്ടുവരാനൊക്കെ പാടാണ്, അത്ര എളുപ്പമല്ല. പക്ഷെ അവരന്വേഷിച്ചിട്ടേ ഇല്ല. ഇവരാകപ്പാടെ രാഹുൽ ഈശ്വരനെ പിടിച്ചു, അറസ്റ്റ് ചെയ്തു, ജയിലിലടച്ചു. ഈ ജയിൽവാസം 12 ദിവസം പൂർത്തിയാക്കി. അത്ര പോലീസ് റിപ്പോർട്ട് കൊടുക്കാത്തത് കൊണ്ടാണ് വീണ്ടും തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയത് പുതിയത്. അതായത് കാര്യം രാഹുൽ ഈശ്വരൻ ഇന്ന് സംഭവിച്ചത്, രാഹുൽ ഈശ്വരൻ ഇന്ന് ജാമ്യം കിട്ടുമെന്നായിരുന്നു എല്ലാവരും പ്രതീക്ഷിച്ചത്. ഞാനും പ്രതീക്ഷിച്ചിട്ട് അങ്ങനെ. പക്ഷേ ഇന്ന് അഭിഭാഷകരോട് ഞാൻ സംസാരിച്ചു, അപ്പോഴും പറഞ്ഞു ജാമ്യം കിട്ടുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്. കാരണം രാഹുലിനെ ജയിലിൽ കിടക്കേണ്ടതിൽ കൂടുതൽ ദിവസം ജയിലിൽ കിടത്തി. പക്ഷേ പോലീസ് റിപ്പോർട്ട് കൊടുത്തില്ല. അതായത് നമ്മളെപ്പോഴും നമ്മളൊരു ജാമ്യ ഹർജി കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ നമ്മളൊരു പാസ്പോർട്ട് കോടതി വെച്ചിരിക്കുക, നമുക്ക് വിദേശത്തേക്ക് പോകണം, നമ്മൾ കോടതി കൊണ്ട് അപേക്ഷ കൊടുക്കണം. പോലീസിന് റിപ്പോർട്ടുണ്ട്, ഇവനെ വിദേശത്ത് വിട്ടാൽ കുഴപ്പമാണോ, ഇനി കുഴപ്പമാണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, കോടതിക്ക് തീരുമാനിക്കാം. അവർ ഡിസ്കഷനാണ്. പക്ഷെ പോലീസിന് റിപ്പോർട്ട് മേടിച്ചില്ലെങ്കിൽ അത് പൂർണ്ണമാകത്തില്ല, കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ. അവിടെയാണ് പ്രശ്നം. പണി കൊടുക്കാൻ വേണ്ടി ചെയ്തത്. അതായത് ഈ റിപ്പോർട്ട് കൊടുക്കാനായിട്ട് ഇവർക്ക് യാതൊരു പാടില്ല. കാരണം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരത്താണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് പോലീസുകാർക്ക് ഈ കോടതിയെ കൊണ്ട് കൊടുക്കാൻ വേണ്ടി ഇവർ പക്ഷെ കൊടുത്തില്ല. ഇവർ പ്രോപ്പർ നടപടിക്രമം അനുസരിച്ച് വേണമെങ്കിൽ ഇവർക്ക് കൊറിയർ വഴി അയക്കാം. ഇവർ മിക്കവാറും ഇന്ന് കൊറിയർ വഴി അയച്ചു കാണും. അപ്പോൾ പോലീസിൻ്റെ റിപ്പോർട്ട് കിട്ടിയില്ല എന്ന ഒറ്റ കാരണത്താൽ പോലീസ് റിപ്പോർട്ട് കിട്ടാൻ വേണ്ടി രാഹുലിൻ്റെ വീണ്ടും കസ്റ്റഡിയിൽ വിട്ടു. അടുത്ത തിങ്കളാഴ്ച വരെ 15-ാം തീയതി വരെ. അപ്പോൾ എത്ര ദിവസം കിടക്കണം? ഇന്ന് വ്യാഴാഴ്ച ആയിട്ടുള്ളൂ. ഇന്ന് വ്യാഴാഴ്ച ആയിട്ട് രാഹുൽ ഈശ്വർ ഇനിയും അടുത്ത തിങ്കളാഴ്ച വരെ ജയിലിൽ കിടക്കണം. ഈ തിങ്കളാഴ്ച വരെ അവർ കൊടുക്കുമായിരിക്കും. ഞാൻ പറഞ്ഞ രാഹുൽ ഈശ്വറിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞതിന് മുമ്പത്തെ ഞായറാഴ്ചയാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലാവുന്നത്. രാഹുൽ ഈശ്വറിന് വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു. രാഹുൽ ഈശ്വർ ചെയ്തു എന്ന് പോലീസ് പറയുന്നത് ഇരയെ അവഹേളിച്ചു, ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്നുള്ള. രാഹുൽ അത് സമ്മതിക്കുന്നില്ല. ടെക്നിക്കലി സ്പീക്കിംഗ് രാഹുൽ അത് ചെയ്തിട്ടില്ല. രാഹുൽ ഇരയുടെ പേര് പറഞ്ഞിട്ടില്ല, രാഹുൽ ഇരയെ പേര് പറഞ്ഞ് അധിക്ഷേപിച്ചിട്ടില്ല. പക്ഷേ അത് ടെക്നിക്കലാണ്. രാഹുലിന് പറ്റിയത് ഞാൻ പറഞ്ഞത് സാധാരണഗതിക്ക് ഏത് പ്രതിക്കും. രാജ്മോഹൻ ഒരു കാര്യം ആലോചിക്കണം, ഈ 5 പ്രതികളെ പിടിച്ചിട്ടില്ല എന്ന് പോട്ടെ, എന്തിന്റെ പേരിലാണ് രാഹുലിന് കേസുണ്ടാവുന്നത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പരാതി നൽകി അതിജീവിച്ചതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് വോട്ട് ചെയ്യാൻ വരുവാണ്. നേരത്തെ വാദിച്ചിരുന്ന ദിലീപ് നിരപരാധിയാണെന്ന് കോടതി. ദിലീപ് നിരപരാധിയാണെന്ന് ചേർന്ന് കുറ്റവിമുക്തിയാക്കിയത്. പിന്നെ പോട്ടെ, വിചാരണ കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ 2 ബലാത്സംഗ കേസിലെ പ്രതി, ഒരു ഗർഭചിത്ര കേസിലെ പ്രതി, അതായത് 3 ജീവപര്യന്തം കിട്ടാവുന്ന കുറ്റകൃത്യങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേരിലുള്ളത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ദിവസം പോലും ജയിലിൽ കിടന്നില്ല. അയാൾ വോട്ട് ചെയ്യുന്നു, പൊതുപ്രവർത്തനം നടക്കുന്നു. അയാളെ സംരക്ഷിക്കാൻ ഇറങ്ങിയ രാഹുൽ ഈശ്വർ 12 ദിവസമായിട്ട് ജയിലിൽ കഴിയുന്നു. ഇനി കിടക്കേണ്ടി വരും. വല്ലാത്തൊരവസ്ഥയാണ്. അതായത് ലോകത്താർക്കും അത് സംഭവിക്കരുത്. ഇവിടെ ഇപ്പം രാഹുലിന്റെ ഈ ജയിൽവാസം നീളാൻ കാരണം പോലീസ് ബോധപൂർവ്വം പണി കൊടുത്തതാണ്. ഉറപ്പാണല്ലോ അത്. അല്ല, അവർക്ക് നിസ്സാരം ചെയ്യാമായിരുന്ന ഒരു കാര്യം അവർ പതുക്കെ കൊടുത്തില്ല. അപ്പോൾ ഇനി ഇയാൾ തിങ്കളാഴ്ച ഇനി വീണ്ടും കോടതി പരിഗണിച്ച് അതുവരെ കിടന്നോട്ടെ എന്നുള്ള ചിന്തയാണ് അത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ പോലീസുകാർക്ക് ഇയാളുടെ വല്ലാത്തൊരു കലിപ്പുണ്ടായിരുന്നു തോന്നുന്നു. പലപ്പോഴും പുള്ളി നടത്തിയ പ്രസ്താവനകൾ അല്ലെങ്കിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, അതായത് സർക്കാരിന് തന്നെ ഇയാൾ ഇഷ്ടമല്ലായിരിക്കാമല്ലോ. എനിക്കത് മനസ്സിലാകാത്ത എന്നാന്ന് വെച്ചാൽ ഇയാൾ സർക്കാരിനോടൊന്നും വലിയ തരക്കേടില്ലാത്ത ബന്ധം നിലനിർത്തിയിരുന്ന ആളാണ്. ഇയാളൊരു സംഖ്യയല്ല, അതറിയാമല്ലോ. രാഹുൽ ഈശ്വർ ഒരു സംഖ്യയല്ല. ഒരുപക്ഷെ രാഹുൽ ഈശ്വർ സംഖ്യ അല്ലാത്തതുകൊണ്ടായിരിക്കും രാഹുൽ ഈശ്വർ അകത്തായി കിടക്കുന്നത് പറയുന്നവരുണ്ട്. രാഹുൽ ഈശ്വർ ഒരു സംഖ്യയല്ല. കാരണം അങ്ങേരെ സംഘപരിവാറുകാർക്ക് ഭയങ്കര കലിപ്പ് അയാളോട്. പ്രത്യേകിച്ച് ഹാദിയ കേസിൽ അയാൾ വലിയ ഒരു വഞ്ചന നടത്തി എന്നാണ് ഇവർ ആരോപിക്കുന്നത്. മാത്രമല്ല രാഹുൽ ഈശ്വറിന് സൗദി അറേബ്യയിലും ദുബായിലും ബഹ്റിനിലും ഇസ്രായേലിലും ഒക്കെ പോകാൻ പറ്റുന്ന ഒരാളാണ് ഒരേ സമയത്ത്. അപ്പം രാഹുലിന് എന്തൊക്കെയോ ഇങ്ങനത്തെ ഇടപാടുകളുണ്ട്. പക്ഷേ എന്തോ കാരണത്താൽ രാഹുൽ ലോക്കായി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരാനേ കഴിയുന്നില്ല. ശബരിമല സ്ത്രീപ്രവേശനവുമായി ബന്ധപ്പെട്ട് അന്നും അറസ്റ്റിലായിരുന്നു, അന്ന് ജയിലിലായില്ലെന്ന് തോന്നുന്നു. പക്ഷേ എന്താ പുള്ളിയെ ട്രാക്ടറിൽ കയറ്റി കൊണ്ടുപോയത് അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് അന്ന് ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ രാഹുൽ ഈശ്വരന് എന്ത് സംഭവിച്ചു, ഈ രാഹുൽ ഈശ്വരൻ എന്ത് സംഭവിച്ചെന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ അതിന് മുമ്പ് ഒരു കാര്യം ആലോചിക്കണം. പലരും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എന്തിനാണ് ഒളിവിൽ പോകുന്നതെന്ന് ചോദിക്കാറുണ്ട്, അല്ലേ? പരിഹസിക്കുക. എന്നോട് പലരും ചോദിച്ചിട്ട് എന്തിനാണ് ഒളിവിൽ പോയത്, പേടിച്ചിട്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തോട് ചോദിക്കുക എന്തിനാണ് ഒളിവിൽ പോയത്, നിനക്ക് നെഞ്ചി വരിച്ചത്. ഈ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമാണ് രാഹുൽ ഈശ്വരന്റെ വിധിയും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യം കിട്ടിയത്.
എപ്പോഴും പ്രേക്ഷകർ കേൾക്കേണ്ട ഒരു കാര്യമാണ് ഈ ഒളിവിൽ പോകുന്ന എന്തിനെന്നൊരു ചോദ്യം വരും. ഈ ഒളിവിൽ പോവുക എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുമ്പോൾ ഒരു നാണംകേട് പോലാണ്. ടെക്നിക്കലി സ്പീക്കിംഗ് ഒളിവൊന്നുമല്ല. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവാണെന്ന് ആരാണ് പറഞ്ഞത്? പത്രങ്ങളാണ് പറഞ്ഞത്. ഒളിവൊന്നുമല്ല. ഒളിവിൽ പോലീസിന് പിടിക്കാൻ പറ്റിയില്ല. പക്ഷെ പോലീസിന് പിടികൊടുക്കേണ്ട കാര്യമൊന്നും ആർക്കുമില്ല. കോടതി ഒരാൾക്ക് വാറണ്ട് പുറപ്പെടുവിച്ച് എവിടെ കണ്ടാലും പിടികൂടുമെന്ന് പറയുന്നിടത്താണ് ഒരാൾ ഒളിവിൽ പോകുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസ് കേസെടുത്തെങ്കിലും വാറണ്ട് പുറപ്പെടുവിച്ച് അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. പോലീസിന് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വേണമെങ്കിൽ അറസ്റ്റ് ചെയ്യാം. അതുകൊണ്ടാണ് കേരളം വിട്ടുപോയാൽ ഇവർക്ക് പലപ്പോഴും പിടിക്കാൻ പറ്റാത്തത്. കാരണം ഒരാൾ വാണ്ടഡ് ആണെങ്കിൽ, ഇപ്പൊ സുകുമാരക്കുറുപ്പിനെ വാണ്ടഡ് ആണ്, അങ്ങനെ ഒരാൾ വാണ്ടഡ് ആണെങ്കിൽ അവരെ ഏത് ഫോഴ്സിനും പിടിക്കാം. ഇത് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസ് വന്നിട്ട് പിറ്റേന്ന് തന്നെ ചാനലിലെ വാർത്ത വന്നു ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. വെറുതെ അത് കള്ളമായിരുന്നല്ലോ. ഈ ലുക്കൗട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിക്കുന്ന അടുത്ത സ്റ്റേജാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരാളുടെ മേൽ കേസെടുത്തു, അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ കൊണ്ടുപോകുന്ന ആ ഒരു പ്രക്രിയയിൽ പോലീസിനാണ് പിടിക്കാമെന്നില്ല. അതുകൊണ്ടാണ് കർണാടകയിലാണെങ്കിലോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലാണെങ്കിലോ ആ പോലീസ് അവർക്ക് സഹകരിക്കുന്ന നിർബന്ധമൊന്നുമില്ല. കാരണം കോടതി പറയുന്നില്ല അവനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. ആ ഒരു വിഷയം മനസ്സിലാകുന്നില്ല. അപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക ഒരാളുടെ പേരിൽ, അത് ജാമ്യമില്ലാ വകുപ്പിൽ കേസ് രജിസ്റ്റർ ചെയ്യുക. അങ്ങനെ കേസ് രജിസ്റ്റർ ചെയ്തിട്ട് അയാളെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് ജയിലിലിടുക. ഇതാണ് പോലീസിന്റെ പക വീട്ടുന്ന രീതി. അപ്പം ബുദ്ധിയുള്ള മനുഷ്യർ ചെയ്യുന്നത് അതിന് വഴങ്ങാതെ മാറി നിൽക്കുക എന്നുള്ളതാണ്. ഒളിവിൽ പോകുക എന്നുള്ള വാക്ക് വേണമെങ്കിൽ പറയാം. ബുദ്ധിയില്ലാത്തവർ അതിന് വഴങ്ങിക്കൊടുക്കും. സിമ്പിൾ. രാഹുൽ മാങ്കൂട്ടത്തിൽ 3 ജീവപര്യന്തം കിട്ടേണ്ട 2 കുറ്റകൃത്യങ്ങളിലെ പ്രതിയാണ്. ഈ 2 കുറ്റകൃത്യങ്ങളിലെ പ്രതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്. ഇനി ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണ്? അയാൾ ഒളിവിൽ പോയി നോട്ട് അറസ്റ്റ് വാങ്ങി. 15-ാം തീയതി കോടതി മുൻകൂർ ജാമ്യം അതിന് കൊടുത്താൽ രാഹുലിനെ തൊടാൻ പറ്റില്ല. രണ്ടാമത്തെ കേസിൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു. രണ്ടാമത്തെ കേസ് അനുവദിച്ചു. അപ്പൊ ആദ്യത്തെ കേസ് 15-ാം തീയതി അനുവദിച്ചാൽ രാഹുൽ ഈശ്വർ സ്വതന്ത്രനായി. അനേകം കേസുകളിലെ പ്രതിയാണ് ഞാൻ. എല്ലാ കേസിലും എനിക്ക് മുൻകൂർ ജാമ്യമോ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ജയിലിൽ പോണ്ടി വന്നിട്ടില്ല. അപ്പം ജയിലിൽ ആദ്യം കൊണ്ടിട്ടാൽ ആ ജയിലിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാൻ ഇവരുടെ ഇഷ്ടം പോലെ വകുപ്പുണ്ട്. കേരള പോലീസിന് ഒരു പഞ്ഞമില്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് രാഹുൽ ഈ പറയുന്ന പോലീസ് റിപ്പോർട്ട് കൊടുത്തില്ല. ഇത് മാത്രമല്ല, പണ്ട് ഹണി റോസിന്റെ ഒരു പരാതി പെൻഡിങ്ങിലുണ്ട്. അത് വെച്ച് മറ്റൊരു കേസിലെടുത്തിട്ട് രാഹുലിനെ നീട്ടാൻ നീക്കം നടക്കുന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് വളരെ സങ്കടം തോന്നി. ഇന്ന് ഞാൻ ആ കോടതിയിൽ രാഹുലിന്റെ ഭാര്യയും ദീപയും രാഹുലിന്റെ അമ്മയും രാഹുലിന്റെ പിള്ളേരും വന്നിരുന്നു. അപ്പൊ അവരെല്ലാം പ്രതീക്ഷിച്ചിരുന്ന രാഹുലിൽ നിന്ന് ജാമ്യം. മാത്രമല്ല ആശുപത്രി ഹാജരാക്കിയിരുന്നല്ലോ, പരിശോധിക്കുന്നുണ്ട്. അപ്പൊ രാഹുൽ പറയുന്നുണ്ടായിരുന്നു ജാമ്യം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ അകത്തൊരു ചെറിയൊരു പ്രശ്നം. ഇതിൻ്റെ അകത്ത് എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാഹുലിൻ്റെ കുടുംബത്തിനും ഒക്കെയുള്ള ഒരു പാഠമാണ്. നമ്മുടെ ഒരാൾ ജയിലിലായാൽ ഒന്ന് ജയിലിലാവാതിരിക്കാൻ നോക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ മാർഗം സ്വീകരിക്കുക. പോലീസ് ജാമ്യമില്ലാ വകുപ്പിൽ കേസെടുത്താൽ അപ്പം മാറി നിൽക്കുക. അങ്ങനെ മാറി നിന്നാൽ, മുൻകൂർ ജാമ്യം കോടതി നമുക്ക് തരുന്നത് വരെ മാറി നിന്നാൽ നമ്മൾ സേഫായി. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു കേസിൽ എനിക്ക് സെഷൻസ് കോടതിയും ഹൈക്കോടതിയും മുൻകൂർ ജാമ്യം തന്നില്ല. നമ്മൾ സുപ്രീം കോടതി വരെ കാത്തിരുന്നു. എത്ര കാലം? 2 മാസം 2.5 മാസം മാറി നിന്നിട്ടാണ്, 3 മാസത്തോളം മാറി നിന്നിട്ടാണ് കിട്ടുന്നത്. അതാണ് ഏറ്റവും ഇവിടെ കാണിച്ചിരിക്കുന്ന ഒരു രീതി. അങ്ങനെയുള്ളവർ രക്ഷപ്പെടും. നമ്മൾ നേരിട്ടതുപോലുള്ള അവസ്ഥ നേരിട്ട് കിട്ടൂല. അപ്പൊ രാഹുലിന് എന്ത് പറ്റി ഇവിടെ? ഈശ്വരനെ പറ്റി. അയാള് കേസ് വന്ന ഉടനെ തമാശയായിട്ട് കരുതി. അപ്പൊ തന്നെ അത് എന്നെ പോലീസ് വരുന്നു ഗെയ്സ്, ഞാനിപ്പോൾ ഇത് ഒളിച്ചു വെക്കുന്നു ഗെയ്സ്, എന്റെ ഫോൺ ഞാൻ തട്ടിയെടുക്കുന്നു ഗെയ്സ് എന്ന് പറഞ്ഞ് ഇയാൾ പിടിച്ചോണ്ട് പോയിരിക്കും. ഇയാൾ ഇതിനെ വളരെ ഈസി ആയിട്ട് കരുതി. അതിന്റെ കാരണം എന്താ? ഇതാണ് ഞാൻ പറഞ്ഞത്. രാഹുൽ ഈശ്വറിന്റെ ഒന്നാമത്തെ അമിതമായ ആത്മവിശ്വാസം. നമുക്ക് പ്രായോഗിക ജീവിതത്തിൽ സംഭവിക്കുന്നതും നമ്മൾ പുസ്തകത്തിൽ വായിക്കുന്ന രണ്ടായിരിക്കും. അപ്പം അദ്ദേഹം കരുതുന്നു, അദ്ദേഹത്തിനെ ആരോ പഠിപ്പിച്ചു വെച്ചാൽ മനസ്സിലാക്കിയിരുന്നു, 7 വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന കുറ്റകൃത്യം കിട്ടിയാൽ പോലീസ് സ്റ്റേഷൻ ജാമ്യം തരണമെന്ന വകുപ്പ് അങ്ങനെ അവിടെ പഠിപ്പിച്ചു. തെറ്റാണ്. എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെ എല്ലാം വരെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ധാരണ? അങ്ങനെ ഒരു നിയമമില്ല. വളരെ കൃത്യമാണ്. ബെയിലബിൾ ഒഫൻസും നോൺ ബെയിലബിൾ ഒഫൻസും ഉണ്ട്. ബെയിലബിൾ ഒഫൻസ് എന്ന് പറഞ്ഞാൽ പൊതുവെ 3 വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന കുറ്റം എല്ലാം അല്ല. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കേസുണ്ടല്ലോ, 7514 ആണ്. BNS 7514. അത് 1 വർഷം തടവുള്ളൂ, പക്ഷെ നോൺ ബെയിലബിൾ ആണ്. അങ്ങനെ ഒരു വിഷയമുണ്ട്. വളരെ അപൂർവം അങ്ങനെ സംഭവിക്കാറുള്ളൂ. പുള്ളി ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. നോൺ ബെയിലബിൾ ആണോ ബെയിലബിൾ ആണോ?
ബെയിലബിൾ ആണെങ്കിൽ ബെയിൽ ഈസ് അവർ റൈറ്റ്, നമ്മുടെ അവകാശമാണ്. ബെയിലബിൾ ഒഫൻസ് നമ്മുടെ മേൽ ചുമത്തിയാൽ ബെയിൽ നമ്മുടെ അവകാശമാണ്, നെഞ്ചു വിരിച്ചു പോകാം. 2 ജാമ്യക്കാരെ കൊണ്ട് കാണിച്ചാൽ നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ജാമ്യം എടുത്തു പോരാ, കോടതി പോലും നിർബന്ധമില്ല. നോൺ ബെയിലബിൾ ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ജാമ്യം എടുത്തു വിടാൻ പറ്റത്തില്ല. രാഹുൽ ഈശ്വർ മനസ്സിലാക്കാത്ത കാര്യമാണ്. നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ പോലീസ് സ്റ്റേഷൻ ജാമ്യം എടുത്ത് ഒരാൾക്ക് വീട്ടിൽ പോകാൻ പറ്റത്തില്ല. അത് പല ആൾക്കും അറിഞ്ഞുകൂടാ. അയാളെ അറസ്റ്റ് ചെയ്ത് കോടതിയെ ഹാജരാക്കുന്നു. ബെയിൽ ഇസ് എ ഡിസ്ക്രിഷൻ ഓഫ് ദി ജുഡീഷ്യൽ ഓഫീസർ എന്നാണ് അതിന്റെ വിശേഷണം. അതായത് ജുഡീഷ്യൽ ഓഫീസർക്ക്, ജഡ്ജിനെ അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് തീരുമാനിക്കാം ഇയാൾക്ക് ബെയിൽ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ അയാൾ എന്ത് ചെയ്യും? അവിടെയാണ് നല്ല വക്കീൽ പോയി ഇയാൾക്ക് ബെയിൽ കൊടുക്കണം ഇന്ന കാര്യങ്ങളെന്ന് പറയുമ്പോൾ ജഡ്ജിന് തോന്നിയ കുഴപ്പമില്ല, ഇനി ജഡ്ജിന് തോന്നി കുഴപ്പമുണ്ട് കൊടുക്കത്തില്ല. എന്നാൽ ജയിലിൽ എല്ലാവരെയും പിടിച്ചിടേണ്ട ആവശ്യമില്ല എന്നൊരു കൺസെപ്റ്റ് നമുക്കുണ്ട്. അതുകൊണ്ട് സുപ്രീം കോടതി ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഒരാളുടെ മേൽ ചുമത്തുന്ന കുറ്റകൃത്യം തെളിഞ്ഞാൽ അയാൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നത് 7 വർഷത്തിൽ താഴെയാണെങ്കിൽ അയാൾക്ക് ബെയിൽ കൊടുക്കൂ എന്ന് സുപ്രീം കോടതി. അത് ഓർഡറല്ല, ഒരു പ്രീസിഡന്റ്. അപ്പൊ സുപ്രീം കോടതി പറഞ്ഞതനുസരിച്ച് വേണമെങ്കിൽ 7 വർഷത്തിൽ താഴെ തടവ് കിട്ടുന്ന ഒരു കുറ്റകൃത്യത്തിന് ബെയിൽ വാങ്ങാം, വേണമെങ്കിൽ. സ്റ്റിൽ ബെയിൽ ഈസ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദി ജുഡീഷ്യൽ ഓഫീസർ. അപ്പൊ ജുഡീഷ്യൽ ഓഫീസർക്ക് ഡിസ്ക്രിഷനിൽ ബെയിൽ കൊടുക്കേണ്ട തീരുമാനം ചെയ്യില്ല. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം. ഇനി എവിടെയാണ് നമുക്ക് കിട്ടുന്നത്? 7 കൊല്ലത്തിൽ താഴെയുള്ളവർക്ക് നമുക്ക് ജാമ്യം കിട്ടും. ജാമ്യം കിട്ടണോ കൊടുക്കണോ വേണ്ടയോ എന്ന് ജുഡീഷ്യൽ ഓഫീസർ, അതായത് ജഡ്ജ് അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് പരിഗണിക്കുന്ന ഒരുപാട് മാനദണ്ഡങ്ങളുണ്ട്. ഒന്ന്, അന്വേഷണത്തോട് നമ്മൾ സഹകരിക്കുന്നുണ്ടോ? നമ്മുടെ മേലൊരു കുറ്റം ചുമത്തിയിരിക്കുന്നു, നമ്മൾ നിരപരാധിയാണെന്ന് വിശ്വസിക്കുന്നു, പക്ഷേ അങ്ങനൊരു കുറ്റം നമ്മുടെ മേൽ ചുമത്തിയിട്ടുണ്ടെങ്കിൽ അതിന് അന്വേഷണം നടക്കുമ്പോൾ അന്വേഷണത്തോട് നമ്മൾ സഹകരിക്കണം. 2, സാക്ഷികളെ സ്വാധീനിക്കാനോ തെളിവ് നശിപ്പിക്കാനോ സാധ്യതയുണ്ടോ? 3, സമാനമായ കുറ്റകൃത്യങ്ങൾ ചെയ്യാനോ ഇതെല്ലാം പരിഗണിക്കും. രാഹുൽ ഈശ്വറിന്റെ കാര്യം എടുക്കൂ. രാഹുൽ ഈശ്വർ ആദ്യം മുതൽ ഇതിനെക്കുറിച്ചൊന്നും ധാരണയുമില്ലാതെ ഞാൻ എന്റെ ലാപ്ടോപ്പ് തരത്തില്ല, ലാപ്ടോപ്പിന്റെ പാസ്വേഡ് കൊടുത്തില്ല, മൊബൈൽ ഫോൺ റെക്കോർഡ് ചെയ്ത് വീണ്ടും ചെയ്യുമെന്ന് പറഞ്ഞു. ഇത്തവണ രാഹുൽ ഈശ്വർക്ക് പണി കിട്ടിയതാണ്. വീണ്ടും ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞു. വീണ്ടും ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം നിനക്ക് ജാമ്യം തന്നാൽ നീ വീണ്ടും ചെയ്യുമെന്നാണ്. അതായത് വിവരക്കേട്. രാഹുൽ ഈശ്വർ പറഞ്ഞ എന്താണ്? ഞാൻ നിയമവിരുദ്ധമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ രാഹുൽ ഈശ്വർ പറയുന്നത് ഞാൻ ഈ ഇരയെ അപമാനിക്കുന്നല്ല. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കാൻ ഒരു തടസ്സവുമില്ല. രാഹുൽ മാങ്കൂട്ടത്തെ പിന്തുണയ്ക്കുന്നതിന് പേരിൽ ഇരയെ അപമാനിക്കരുത്. ഇത് രാഹുൽ ഈശ്വറിന് മനസ്സിലാവുന്നില്ല. അപ്പൊ ഈ രാഹുൽ ഈശ്വർ ഈ വിളിച്ചു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കോടതി മുമ്പിലെത്തി. അപ്പൊ എനിക്ക് ഇപ്പോഴും തോന്നുന്ന ഒരു സംശയം, രാഹുൽ ഈശ്വർ ഇത്രയും ഇഷ്യൂ വരുമെന്ന് അറിഞ്ഞപ്പോഴും ഒരു നല്ല അഭിഭാഷകനെ കാണുകയോ ഇത് സംബന്ധിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് സംബന്ധിച്ച് അവിടെ ഒരു പ്രശ്നമുണ്ട് രാജ്മോഹൻ. രാഹുൽ ഈശ്വർ ആദ്യം നിയോഗിച്ചത് നല്ല അഭിഭാഷകനെയാണ്, ശാസ്ത്രമംഗൽ അജിത്ത് എന്ന് പറയുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, പലപ്പോഴും നമ്മളൊരു കുഴപ്പത്തിൽ ചെന്ന് ചാടുമ്പോൾ ഈ കേസ് ഒരുപാട് വക്കീലന്മാരുണ്ട്, പക്ഷെ കേസ് മാനേജ് ചെയ്യാൻ വളരെ കുറച്ച് അഭിഭാഷകരേ ഉള്ളൂ. ഈ കേസ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ വേണം. നമ്മുടെ ഓഫീസ് നന്നായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം നമ്മളെ സംബന്ധിച്ച് മഞ്ജു നല്ല കിടുകിടുവായിട്ട് ഈ കാര്യങ്ങൾ. പക്ഷേ രാഹുൽ ഈശ്വറിന് പറ്റിയതെന്ന് വെച്ചാൽ നല്ല വക്കീലിനെ വെച്ചു, ശാസ്ത്രമംഗലം. പക്ഷേ രാഹുൽ ഈശ്വറുമായി കോടതിയിൽ വന്നപ്പോൾ കോടതിയെ വെറുപ്പിച്ചു. കോടതിയിൽ നിയമകാർ പ്രസംഗിച്ചു, കോടതിയിൽ പോയി. അത് വക്കീൽ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, വക്കീൽ ഉണ്ടെങ്കിൽ വക്കീലാണ് സംസാരിക്കേണ്ടത്, നമ്മളല്ല. ഇത്രയും സീനിയറായ ഏറ്റവും പ്രഗത്ഭനായ ശാസ്ത്രമംഗൽ അജിത് കുമാർ എന്ന് പറയുന്ന ഏറ്റവും സീനിയർ വക്കീലാണ്. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇയാൾ കയറി പറയാണ് എനിക്ക് മറ്റേ 30 ദിവസം തരുമെന്ന് കോടതി പറഞ്ഞു, ചാനൽ ചർച്ച പറയുന്ന മാതിരി. അപ്പൊ ആദ്യം തന്നെ ഈ കോടതി വെറുപ്പിച്ചു, കോടതിക്ക് ഒരു അനിഷ്ടം ഉണ്ടായി. രണ്ടാമത് ഈ ജാമ്യം, അപ്പൊ അങ്ങനെ ജാമ്യം നിഷേധിക്കുന്നു ഹാജരാകുമ്പോൾ. സ്വാഭാവികമായിട്ടും അടുത്ത തവണ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു, ജാമ്യാപേക്ഷ കൊടുക്കുന്നു. ജാമ്യാപേക്ഷ പരിഗണിച്ച് ജാമ്യം കിട്ടുമെന്ന് കരുതി ശാസ്ത്രമംഗൽ അജിത്ത് തന്നെയാണ്. ജാമ്യം കിട്ടുമെന്ന് കരുതുമ്പോഴാണ് ഇയാളുടെ വീഡിയോകളെല്ലാം പ്രദർശിപ്പിക്കുക. ആര് കൊണ്ടുവന്ന്? നമ്മുടെ പ്രോസിക്യൂഷൻ. ഈ വീഡിയോകളൊന്നും ടെക്നിക്കലി സ്പീക്കിംഗ് ശരിയാണെങ്കിലും ഇത് കേൾക്കുന്നവർക്ക് ഇറിറ്റേഷൻ ഉണ്ടാവും. ഉദാഹരണത്തിന് ആരെക്കുറിച്ചാ? ഇരയെക്കുറിച്ച് പറയുന്നത്. എന്താണ് അദ്ദേഹം അർത്ഥമാക്കുന്നത്? നോർമൽ മനസ്സുള്ള ആർക്കും മനുഷ്യർക്കറിയാമല്ലോ. പിന്നല്ല, ഇത് കേൾക്കുന്ന ഒരു വനിതാ ജഡ്ജിനെ സംബന്ധിച്ച് ഇറിറ്റേറ്റഡ് ആവും. എനിക്ക് കേസ് പലതും പരിഗണിച്ച വനിതാ ജുഡീഷ്യൽ ഓഫീസർമാർ. ഈ പ്രോസിക്യൂട്ടർ വനിതയാ,
ഗീനാകുമാരി SFI നേതാവ്. അപ്പൊ ഇത് കാണുന്ന ഒരു ജഡ്ജി ഇവൻ എന്തിനാ ജാമ്യം കൊടുക്കുന്നത്? അത് കേട്ടിട്ട് അവസാനം രണ്ടാമത് വന്ന വക്കീല് ഇത് കണ്ടിട്ട് സഖി കേട്ടിട്ട് പറഞ്ഞു, എന്റെ കക്ഷി ഒരു എന്താണ് വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന ആളാന്ന് പറഞ്ഞു. സ്വന്തം വക്കീല് പറയേണ്ടി വന്നു. കാരണം തല പൊക്കാൻ പറ്റുന്നില്ല. വക്കീല് പെട്ടില്ല ശരിക്കും. അപ്പൊ ഇവിടെ ഇയാൾ കാണിച്ച ആദ്യത്തെ മിസ്റ്റേക്ക് എന്താണെന്നറിയോ? അപ്പൊ അതിൽ ജാമ്യം നിഷേധിക്കപ്പെട്ടു. ഷോക്കിംഗ് ആയിരുന്നു ആദ്യത്തെ ജാമ്യം. നിഷേധിച്ച ഉടൻ തന്നെ ഈ രാഹുൽ ഈശ്വറിന് കുറെ ശിങ്കടികളുണ്ട്. ഈ ശിങ്കടികളാണ് ഇപ്പം കേസ് മാനേജ്മെന്റിൽ വന്നിരിക്കുന്നത്. ഭാര്യ പാവ, ഭാര്യ ഇത്തരക്കാർക്കെല്ലാം ഇങ്ങനെ കുറെ അനുയായികളാണ്. ഇവർ തന്നെയായിരിക്കും അവസാനം കുഴി ചാടിച്ചു. ദീപ പാവ. ഈ ദീപയും ഈ ശിങ്കടികളിലൂടെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഈ വക്കീല് മോശമായതുകൊണ്ടാണെന്ന് പറഞ്ഞ് ഈ ശാസ്തമംഗല അജിത്തിനെ അങ്ങ് മാറ്റി മറ്റൊരു വക്കീലിനെ വെച്ചു. അദ്ദേഹവും നല്ല വക്കീലാണ്, മോശമൊന്നുമല്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ തവണ പോലീസ് കസ്റ്റഡി വരുമ്പോഴും ഇയാൾ കിടന്ന് ബഹളം വെക്കും, ഞാൻ തെറ്റുതിരുത്തത്തില്ല, ഞാൻ നിരാഹാരം അച്ചടക്ക ലംഘനമാണ്, കോടതിയുടെ നിയമലംഘനമാണ്. പറഞ്ഞല്ലോ ജയിലിൽ എല്ലാ പുള്ളികളും കൂടെ ഇന്നത്തോട്ട് ഞാൻ നിരാകരിക്കാന്ന് പറഞ്ഞപ്പോൾ എന്താ അവസ്ഥ എന്ന് ചോദിച്ചില്ലേ? അതൊരു വശം. നിരാഹാരം പ്രശ്നമാണ്, ബഹളമാണ്, ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പ്രശ്നമാണ്. ഇതെല്ലാം നിരന്തരമായി ഇതേ പോലീസ് ഫോർ എക്സാമ്പിൾ കസ്റ്റഡിയിലെടുത്തു, ഞങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല കാരണം ഇയാൾ നിരാഹാരമായിരുന്നു, ആശുപത്രിയിലായിരുന്നു. കസ്റ്റഡി വീണ്ടും കൊടുക്കും. കാരണം ഇത്രയും കാലം നിരാഹാരമായിരുന്നു, ഞങ്ങൾക്ക് അന്വേഷിക്കാൻ പറ്റിയില്ല, സംസാരിക്കാനുള്ള ആരോഗ്യമാകില്ലായിരുന്നു. അങ്ങനെ ഇയാൾ തന്നെ ഇയാളുടെ ജയിൽവാസം വർദ്ധിപ്പിച്ചു കൊണ്ടുപോയി. ഒടുവിൽ ഇയാൾക്ക് ഏകദേശം ഇനി അടുത്ത തീരുന്നില്ല, ഈ ഉടനെ ശാസ്ത്രമംഗലത്തിന് അങ്ങ് മാറ്റി പുതിയൊരു വക്കീലിനെ കൊണ്ടുവച്ചു. വക്കീൽ നല്ല വക്കീലാണ്. പക്ഷേ ഈ വക്കീലിലേക്ക് എത്തുമ്പോഴും ഉണ്ടാകുന്ന പ്രശ്നം, ഈ ഉണ്ടാക്കുന്ന ബഹളങ്ങളുണ്ടല്ലോ, ഇയാൾ കോടതിയിലകത്തും പുറത്തുണ്ടാക്കുന്ന ബഹളം, ഞാൻ തെറ്റ് വീണ്ടും ആവർത്തിക്കുമെന്ന് പറഞ്ഞ് ഇതെല്ലാം ആവർത്തിക്കുമ്പോൾ കോടതി ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർന്നല്ല രാജ്മോഹൻ, ആ ജാമ്യം നിഷേധിക്കുന്നു. വീണ്ടും രണ്ടാം തവണയും ജാമ്യം നിഷേധിക്കുന്നു. ഏത് പുതിയ വക്കീൽ വന്ന് ജാമ്യം നിഷേധിക്കുന്നു. അപ്പൊ ഈ വക്കീലിനെ പിന്നെയും മാറ്റുവാണ്. രണ്ടാമത്തെ വക്കീലിനെ മാറ്റിയിട്ട് നേരെ ഹൈക്കോടതി പോയിട്ട് നേരിട്ട് ജാമ്യം എടുക്കാൻ തീരുമാനിക്കുന്നു. ഇപ്പം ഞാൻ പറഞ്ഞ അതും അതിനൊരു രീതിയുണ്ടല്ലോ. ഈ വക്കീലിൻ്റെ അടുത്ത് ഫയൽ വാങ്ങാൻ വിടുന്ന ആരെയോ വിട്ടൊരു ഡ്രൈവറെ വിട്ടു. ഇവർ ഉത്തരവാദിത്തപ്പെട്ട് വന്നിട്ട് പോയത്. ഒരിക്കലും ഒരു വക്കീൽ കേസ് കൈകാര്യം ചെയ്യുമ്പോൾ ആ വക്കീൽ നമ്മൾ റെസ്പെക്ട് കൊടുക്കണം. ഒന്ന്, ഇപ്പം ഞാൻ പറയട്ടെ, നമുക്ക് ഇപ്പം നമ്മൾ ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ വക്കീലാണ് വിജയഭാനു. അതെ, നമ്മുടെ SC/ST അട്രോസിറ്റി ആക്ട് ഹൈക്കോടതി കൊടുത്ത് വിജയഭാനു സാറാണ്. നല്ല ഫീസ് കൊടുത്തിട്ട്, പക്ഷെ നമ്മൾ തോറ്റുപോയി. നാളെ വിജയഭാനു സാറിനെതിരെ നമ്മൾ നിലപാടെടുത്ത കാര്യമുണ്ടോ? ചിലത് ജയിക്കും, ചിലത് തോക്കും. നല്ല ഒന്നാം തരം വക്കീലാണ്. ചിലപ്പോൾ ഇപ്പൊ ഇവരെന്നെയും ശാസ്ത്രമംഗലത്തിനെ മാറ്റി രണ്ടാമത്തെ വക്കീലിനെ മാറ്റി ഫയലും മേടിച്ചുകൊണ്ട് നേരെ ഇവർ എറണാകുളത്ത് പോയി. അവിടെ ചെന്ന് S രാജീവിനെ ഏൽപ്പിച്ചു. S രാജീവ് ഫയലെല്ലാം മേടിച്ചിട്ട് ചോദിച്ചു, ഇത് ആരായിരുന്നു ഇതിന് മുമ്പ് ചെയ്തിരുന്നത്? അപ്പൊ പിന്നെ നിങ്ങൾ എന്തോ പറയുന്ന ഈ കേസിൽ എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല വക്കീലന്മാരാണ് നിങ്ങൾ കണ്ടത്. ആ വക്കീലന്മാരോട് നിങ്ങൾ ഇങ്ങോട്ട് ഹൈക്കോടതി അവിടുത്തെ നടപടിക്രമം തിരിച്ചു വിട്ടു. ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു പുതിയ വക്കീൽ. അപ്പോഴത്തേക്കും പിന്നെ സമയം പോയി, 2 വക്കീലന്മാരെ പോയി കിട്ടി. പിന്നെ വീണ്ടും വന്നു. മൂന്നാമത് വക്കീലെ സമയത്ത് അവർ സംശയിക്കാൻ ചെയ്യും സ്വാഭാവികമായും. അങ്ങനെ യാതൊരു ഉത്തരവാദിത്വം ഇല്ല, യാതൊരു താല്പര്യവും ഇല്ലാതെ എങ്ങനെ മാനേജ് നടത്താൻ ആരെയും വിശ്വാസവും ഇല്ല. എന്നിട്ട് ഇന്ന് കോടതിയിൽ ഭയങ്കര സങ്കടകരമായിരുന്നു. ഇന്ന് ഈ പറയുന്ന ദീപ, രാഹുൽ ഈശ്വരന്റെ ഭാര്യ ദീപ, 2 പിള്ളേരെ അമ്മയൊക്കെ വന്നിട്ട് അവർ കരയുമായിരുന്നു. സങ്കടകരമല്ലേ? കരയുമായിരുന്നു. ഞാൻ പറഞ്ഞേ, എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. കാരണം വെച്ചാൽ രാഹുൽ ഈശ്വർ അടിസ്ഥാനപരമായി ക്രിമിനൽ അല്ല, ഒരിക്കലും അല്ല. ക്രിമിനലുകളാണ് ജയിലിൽ കിടക്കേണ്ടത്, അയാൾ ജയിലിൽ കിടക്കേണ്ട ആളല്ല. പക്ഷേ ഈ രാഹുൽ ഈശ്വറും അയാളുടെ കുടുംബം, ഈ രാഹുൽ ഈശ്വരനെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രാഹുൽ ഈശ്വരൻ്റെ ഭാര്യ, ഇയാൾ ജയിലിലായിരുന്നു. ഓരോ ദിവസവും ഈ ചാനലുകളെ കണ്ടുകൊണ്ട് ഡയലോഗ് അല്ലായിരുന്നോ ആദ്യത്തെ ദിവസങ്ങളെല്ലാം? അവരായിരുന്നു ആദ്യം പറഞ്ഞത്. കൊടുക്കരുത് രാജ്മോഹൻ, നമ്മൾ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. രാജ്മോഹൻ ഒറ്റ കാര്യം ആലോചിക്കൂ, എന്നെ ഉടുപ്പിടാതെ പോലീസ് പിടിച്ചോണ്ട് പോകുന്നു ഇല്ലേ? അപ്രതീക്ഷിത വീട്ടിൽ വരുന്നു, എന്നെ പിടിച്ചോണ്ട് പോകുന്നു, ഉടുപ്പിടാൻ പോലും സമ്മതിച്ചില്ല. എന്നാൽ പിന്നെ ഇരിക്കട്ടെ ഞാനും വെച്ചു. പക്ഷെ എന്നെ രാത്രി മജിസ്ട്രേറ്റ് വീട്ടിലേക്ക് കൊണ്ടുപോവാം 12 മണിക്ക്. ഈ 12 മണിക്ക് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഞാൻ ഉടുപ്പിടാതെ പോയി നിന്നാൽ മജിസ്ട്രേറ്റിന് ഉണ്ടാകാൻ പോകുന്ന ഒരു ഫീലുണ്ട്, അതും വനിതാ മജിസ്ട്രേറ്റ്. ഞാൻ അപ്പം തന്നെ പറഞ്ഞ് എനിക്ക് ഉടുപ്പിടണം, മജിസ്ട്രേറ്റ് മുമ്പ് ഞാൻ ഉടുപ്പിടാതെ കയറത്തില്ല. അങ്ങനെ നമ്മളവിടെ ഉടുപ്പ് കൊണ്ടുവന്ന് ഉടുപ്പിട്ടിട്ട് ഞാൻ കയറി. രാഹുൽ ഈശ്വരായിരുന്നെങ്കിൽ ചിലപ്പോൾ മുണ്ടും കഴിച്ചിട്ട്
എല്ലായിടത്തും ഷോ കാണിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രശ്നം. ഞാൻ ഉടുപ്പിട്ടിട്ട് കയറി. അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ മുമ്പിൽ നമുക്ക് എല്ലാത്തിനും ഒരു അച്ചടക്കമുണ്ട്. രാഹുൽ ഈശ്വരൻ അതില്ലാതെ പോയി. ആ അച്ചടക്കമില്ലായ്മ നിഷേധം ഇപ്പം എല്ലാം ഒതുങ്ങി. ഇപ്പം ഇന്നൊക്കെ ആയപ്പോഴത്തേക്കും കംപ്ലീറ്റ് അവസാനിപ്പിച്ചു. മാത്രമല്ല ആകെ തകർന്ന അയാൾ. കാരണം അയാൾ ഒരിക്കലും പ്രതീക്ഷിച്ച ഇത്തരം കാലം ജയിലിൽ ചെന്ന് കിടക്കുന്ന ആരോടെ ആയിരിക്കും അവിടെ ഗുരുതര സെൻട്രൽ ജയിലുമാണെന്ന് തോന്നുന്നു, മറ്റേ ജയിലും അല്ല. അപ്പൊ പിന്നെ എന്നിട്ട് പറഞ്ഞു പോലീസുകാരെല്ലാം നിയമം പഠിപ്പീര്, സകല ആളുകളെയും പുള്ളി നിയമം പഠിപ്പിക്കുക. ഈ പോലീസുകാർ ഇപ്പം എല്ലായിടത്തും എല്ലാവരും നിയമം പുള്ളി എല്ലാവരും നിയമം പഠിപ്പിക്കുക. നിങ്ങളൊക്കെ കാണിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷേ ഇത് കോടതിക്ക് ബോധ്യപ്പെടണ്ടേ? അതാണ് ഏറ്റവും പ്രസക്തമായ കാര്യം. ഇയാൾ സ്വയം മനസ്സിലാക്കുന്ന കാര്യങ്ങൾ കോടതി കൂടെ ബോധ്യപ്പെടുത്താൻ പറ്റും. ഇത് നമ്മൾ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായ നമ്മൾ ശരിയോ തെറ്റോ എന്ന് രണ്ടാമത്തെ കാര്യം. അത് അതിന്റെ പ്രോപ്പർ ചാനലിലാണ് നമ്മൾ തെളിയിക്കേണ്ടത്, നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. നമ്മുടെ മേലൊരു കുറ്റം ചുമത്തപ്പെട്ടാൽ ആ കേസിലെ അക്യൂസ്ഡ് ആണ്, പ്രതിയാണ്. ആ പ്രതിയായിരിക്കും നമ്മൾ എന്ത് ചെയ്യണം? അതിന്റെ പ്രതി എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട നടപടി. എത്രയോ കേസുകളിൽ എത്രയോ കണ്ടീഷൻസ് എനിക്കുണ്ട്. യഥാർത്ഥത്തിൽ ഒരു കുറ്റകൃത്യവും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഈ വാർത്ത ചെയ്യുന്നതല്ലാതെ ഒരു കുറ്റകൃത്യം ചെയ്തില്ല. പക്ഷേ എന്നെ പല കേസുകളും പ്രതിയാക്കിയെടുക്കുന്നു. പല കേസുകളും കണ്ടീഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ ഈ ഹണിയം വർഗീസ്, നമ്മുടെ ദിലീപിന്റെ ഹണിയം വർഗീസ് നൽകിയിരിക്കുന്ന എല്ലാ ജാമ്യത്തിലും ഒരു കണ്ടീഷൻ ആ കേസിനെ കുറിച്ച് മിണ്ടരുതെന്നാണ്. അപ്പൊ എന്റെ പ്രശ്നം തരുക, നമുക്ക് ആ കേസിനെ കുറിച്ച് മെറിറ്റ് പോലും പറയാൻ റൈറ്റ് ഇല്ല. നമ്മൾ പറയത്തില്ല, നമ്മൾ ആ കേസിനെ കുറിച്ച് പറയത്തില്ല. കാരണം കോടതി ആ കേസിനെ കുറിച്ച് അഭിപ്രായം പറയരുത് എന്ന് പറഞ്ഞാൽ പിന്നെ പറയാൻ പാടില്ല. അപ്പോൾ കോടതി നമ്മളോട് ഒരു വാർത്ത ഡിലീറ്റ് ചെയ്യൂ, വളരെ കുറച്ചേ പറയത്തുള്ളൂ, ഡിലീറ്റ് ചെയ്യാൻ പറയാറില്ല. ഇവിടെ എനിക്കൊന്ന് അദ്ദേഹത്തോട് ഡിലീറ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ചെയ്തേ പറ്റൂ. നമുക്ക് കോടതി നമ്മൾ അനുസരിച്ചേ പറ്റും. ഈ രാജ്യത്ത് നമ്മൾ കോടതി ജുഡീഷ്യറി നമ്മൾ അംഗീകരിച്ച് തന്നെ നമ്മൾ ആരാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും കോടതി അംഗീകരിക്കണം. ശരിയാണ്, ഇദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ന്യായങ്ങളുണ്ട്. ഇദ്ദേഹം ഈ 14 ദിവസം ജയിലിൽ കിടക്കാൻ മാത്രം കുറ്റകൃത്യം ചെയ്തിട്ടില്ല. അയാൾ ചിന്തിക്കണം, സ്വന്തം വീട്ടുകാരെ കുറിച്ചും കൂടെ ചിന്തിക്കണം. മാനസിക സംഘർഷം അവർ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ അവർ വളരെ മര്യാദയ്ക്കുള്ള, എനിക്കൊന്നും രാഹുലിൻ്റെ അമ്മ ബാങ്ക് ഉദ്യോഗസ്ഥ എന്തോ ആരും തോന്നുന്നു. അവർ നല്ലൊരു കുടുംബത്തിൽ വന്ന ആളുകളാണ്. അല്ല, അത് മറ്റേ പെങ്ങളല്ലേ, ഈ തന്ത്രിയുടെ മകളല്ലേ? അതെ, മറ്റേ അത് കണ്ടർ രാജുവിന്റെ കുടുംബമല്ലേ? അതെ, കണ്ടർ മഹേശ്വരുടെ മകൾ കുടുംബത്തില്. അതാണ് താഴമൺ ഗാന്ധി എന്ന് ജയശങ്കർ വിളിച്ചത്. താഴമൺ ഗാന്ധി അല്ല, ഇനി അതൊക്കെ ജാമ്യത്തിൽ ഇറങ്ങിയാലെങ്കിലും രാഹുൽ ആ കാര്യം ശ്രദ്ധിക്കണം. രാഹുൽ ഈശ്വർ കുറച്ച്, അതായത് രാഹുൽ ഈശ്വർ പാവത്താനാന്നാണ് ഞാനും കരുതുന്നത്. ആള് പാവം തന്നെ, അവർക്ക് അപകടമായിരുന്നല്ലോ. ഒരിക്കലും അറിവുള്ള ആളാണ്, നല്ല ഭാഷാജ്ഞാനമുണ്ട്. പക്ഷെ രാഹുൽ ഈശ്വരൻ സിസ്റ്റത്തെ ഇതുവരെ പിടിയിട്ടിട്ടില്ല. ആ സിസ്റ്റത്തെ പിടികിട്ടാത്തതുകൊണ്ട് രാഹുൽ ഈശ്വരൻ വിശ്വസിക്കുന്നു തന്നെ എല്ലാം സംരക്ഷിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഉദാഹരണത്തിന് കോടതി നമുക്ക് ജാമ്യം കിട്ടണമെങ്കിൽ പോലീസിൽ റിപ്പോർട്ട് വേണം. ഈ പോലീസ് റിപ്പോർട്ട് തന്നെ വരത്തില്ല. ഇത് മനസ്സിലാക്കാത്ത കാര്യം എന്ന് വെച്ചാൽ, രാഹുൽ ഈശ്വറിനെ പറ്റി ഇന്ന് വരാതിരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഈ പോലീസ് റിപ്പോർട്ട് വരുത്തിക്കണം. അതായത് ആ ഏത് പോലീസ് സ്റ്റേഷനാണോ കേസെടുത്തിരിക്കുന്നത് ആ പോലീസ് സ്റ്റേഷനിൻ്റെ ഈ റിപ്പോർട്ട് വിടേണ്ട ആളെ നമ്മൾ തന്നെ അയാളെ മേൽ സ്വാധീനമുള്ള ആരെ കൊണ്ടെങ്കിലും പറയിപ്പിച്ചാൽ മാത്രം വിടൂ. അത്രേ ഉള്ളൂ. അതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ വീട്ടുകാർക്കുണ്ടായിരുന്നു, അവർ ചെയ്തില്ല. അവരും പെട്ടെന്ന് അപ്സെറ്റ് ആയിക്കണം. പക്ഷേ ചുരുത്തി ഇങ്ങനെ കൂട്ടുകാരാണ് ഒരു പരിധി അത് സഹായിക്കാൻ പറ്റുന്നത്. അവർക്ക് അറിഞ്ഞും കൂടെ ആയിരിക്കും ഇതിൻ്റെ സിസ്റ്റത്തെ കുറിച്ച്. ഭയങ്കര ഡെസ്പായിരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് കരച്ചിലായിരുന്നു. ഈ അമ്മയും പിള്ളേരും ഭാര്യയും ഒക്കെ കരച്ചിലായിരുന്നു. കാരണം അവരൊന്നും ഒരിക്കലും പ്രതീക്ഷ ഇന്നെങ്കിലും കിട്ടും എന്നെല്ലാവരും പ്രതീക്ഷ, ഇന്നെങ്കിലും ജാമ്യം കിട്ടുന്ന പ്രതീക്ഷ. സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായിപ്പോയി. ഞാൻ മറ്റേ രാഹുലിനോട് പല കാര്യങ്ങളും അഭിപ്രായത്യാസം. പക്ഷേ ഈ നിങ്ങൾ ആലോചിക്കും, രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ കിടന്നിട്ടില്ല ബലാത്സംഗത്തിൻ്റെ പേരിൽ. രാഹുൽ ഈശ്വർ അയാളെ വളവളാന്ന് എന്തൊക്കെയോ പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ഈ 2 ആഴ്ചയിൽ, ഇനി എന്നാ തിങ്കളാഴ്ച കേസ് പരിഗണിക്കും, ഇന്ന് വ്യാഴാഴ്ച, തിങ്കളാഴ്ച കേസ് പരിഗണിക്കൂ. അല്ല, നമ്മൾ പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ സോഷ്യൽ മീഡിയ സംസാരിക്കുന്നവരൊക്കെ നിർബന്ധമായി രാഹുലിൻ്റെ അനുഭവം ഉണ്ടല്ലോ, അവരും കൂടെ മനസ്സിലാക്കി വെക്കേണ്ടതാണ്. നമ്മൾ കോടതി നിയമ സംവിധാനത്തോടും കോടതിയോടൊക്കെ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നുള്ള ഏറ്റവും ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ കേസ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അച്ചടക്കം എന്ന് പറയുന്നത് നിർണായകമായൊരു കാര്യമാണ്. നമ്മൾ കുറ്റക്കാരാണോ ഇല്ലെന്ന് അത് കോടതി പിന്നീട് തെളിയിക്കേണ്ടതാണ്. നമ്മുടെ മേൽ എത്ര കേസുണ്ട്, എന്റെ തീരാത്ത കേസുണ്ട്. പക്ഷെ നമ്മൾ കൃത്യമായ ഇന്നേ വരെ ആകെപ്പാടെ ഞാൻ പറഞ്ഞല്ലോ, ഒരു തവണ എന്നിട്ട് പോലും കോടതി ചൂടായി. അതിന്റെ സാഹചര്യം ഏതാണ്? എനിക്ക് ഒരു കേസിൽ എന്നെ തപ്പി നടക്കുന്ന പോലീസ്, ഞാൻ ഒളിവിൽ കഴിയുന്നു. ഇതിനിടയിൽ ഒരു കേസിൽ എനിക്ക് ജാമ്യം കിട്ടുന്നു, നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ എനിക്ക് ജാമ്യം കിട്ടുന്നു. അപ്പം ഞാൻ വന്നാൽ എന്നെ വേറൊരു കേസിൽ അറസ്റ്റ് ചെയ്യും. പോലീസ് തപ്പി നടക്കുവാണ്. നിർഭാഗ്യവശാൽ ജാമ്യം കിട്ടിയപ്പോൾ
കോടതിക്ക് വളരെ വികാരഭരിതമായിട്ട് തന്ന ജാമ്യം, നല്ല ജാമ്യം. ആ ജാമ്യം കിട്ടിയപ്പോൾ ഞാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പോയി ഹാജരാവണം. എന്നെ അപ്പം വിടും, 1 മണിക്കൂറിനും വിടും. പക്ഷെ വന്നാൽ എന്നെ അറസ്റ്റ് ചെയ്യുന്നത് എനിക്കറിയാം. ഞാൻ ഡേറ്റ് മാറ്റിത്തരാമോ എന്ന് ചോദിച്ചൊരു ഒരു അപേക്ഷ കൊടുക്കുന്നു കോടതിയിൽ. ഞാനല്ല, എനിക്ക് വേണ്ട അഭിഭാഷകൻ. പക്ഷെ കോടതി ഡേറ്റ് മാറ്റി തന്നില്ല. ഹൈക്കോടതി മാത്രമല്ല, ഹാജരാകാൻ പറഞ്ഞിട്ട് ഹാജരായെന്ന് കോടതി ചൂടായി. കോടതി അനുസരണയിൽ ആദ്യത്തെ അനുഭവമാണ് നമുക്കുള്ള. കോടതി അനുസരണയില്ലെന്ന് ചോദിച്ച് ചൂടായി. നിവൃത്തി കെട്ടിട്ട് നമ്മൾ പോയി പിടിച്ചോണ്ട് പോവുകയും ചെയ്തു. അപ്പം ആ ഒരൊറ്റ അനുഭവം മാത്രം, അത് അപേക്ഷ ഇട്ടിട്ടാണ് നമ്മൾ പോകാതിരുന്നത്. അതായത് കോടതി ഇന്ന സ്ഥലത്ത് പോകുമെന്ന് പറഞ്ഞാൽ പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് മാറ്റിത്തരാമോ എന്ന് കോടതിയോട് ചോദിച്ചു. പക്ഷെ കോടതി സമ്മതിച്ചില്ല, നമ്മൾ പോയി. ഇന്നേ വരെ ഒരു കണ്ടീഷൻ പോലും കോടതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ പലപ്പോഴും ഞാൻ വിദേശത്ത് പോയിട്ട് വരുമ്പോൾ നമ്മൾ പാസ്പോർട്ട് മേടിച്ചിട്ടാണ് പോകുന്നത്. പാസ്പോർട്ട് മേടിച്ച് തിരിച്ചു വരുമ്പോൾ ഒരാഴ്ചയ്ക്കും പാസ്പോർട്ട് കൊണ്ട് കൊടുക്കണമെന്നാണ് നിയമം. നമ്മൾ കൊണ്ട് കൊടുക്കും. ആ ഒരാഴ്ചയ്ക്കും പാസ്പോർട്ട് കൊണ്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് ജാമ്യം റദ്ദാക്കാം. നമ്മളെ കുറിച്ച് ബോധവാന്മാരായിരിക്കണം എപ്പോഴും നല്ലത്. അത്ര അച്ചടക്കം, ഉത്തരവാദിത്വം കൃത്യമായി നമുക്കുണ്ടാകണം. രാഹുലിന്റെ അവസ്ഥ ദയനീയമാണ്. ഒരു മനുഷ്യനും രാഹുൽ ഈശ്വറിന് പറ്റിയത് പറ്റരുത്. കേരളത്തിൽ ഇതുവരെ ആർക്കും പറ്റിയിട്ടില്ല. ഇനി അടുത്ത തിങ്കളാഴ്ച വരെ രാഹുൽ ഈശ്വർ ജയിലിലാണെന്ന് ഓർക്കുമ്പോൾ ഉള്ളി ശരിക്കും വിഷമമുണ്ട്. ശരിക്കും അങ്ങനെ അത്രയും ദീർഘകാലം ജയിലിൽ കിടക്കുന്ന ഒരു മനുഷ്യനല്ല രാഹുൽ ഈശ്വർ. ഞാനും പണ്ട് ആ ജയിലിൽ ഫിറോസ് കിടന്നപ്പോൾ കാണാൻ പോയപ്പോഴാണ് ഇതിന്റെ ഭീകരത നമുക്ക് മനസ്സിലാവുന്നത്. ജയിലിൽ കിടക്കാന്ന് പറഞ്ഞാൽ രാജ്മോഹൻ നിലത്ത് ഒരു പാവിരിച്ച കിടക്കുന്നത്, തലയണയില്ല, നിലത്തൊരു പാവിരിച്ച. ഫാൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വർക്ക് ചെയ്യണം നിർബന്ധമില്ല. ഉണ്ടെങ്കിൽ അതിനകത്ത് എത്ര പേരുണ്ടോ അത്രയും പേർക്കൊരു ഫാനാണ്. ആ ഫാനിന്റെ കീഴെ കിടക്കുന്ന അതിനകത്ത് ഏറ്റവും വലിയ ക്രിമിനൽ ആയിരിക്കും. അവൻ രാജാവായിരിക്കും. അത്രയധികം ആളുകള് കിടക്കുവാണ്. ടോയ്ലറ്റ്, ഇവർക്കെല്ലാം കൂടെ ടോയ്ലറ്റേ ഉള്ളൂ. ഏറ്റവും വലിയ പ്രശ്നം. എന്റെ സുഹൃത്തുക്കൾ കടന്നവരൊക്കെ പറഞ്ഞതാണ് ഇവിടുത്തെ ബാത്റൂം സംവിധാനം. എന്നോട് ഇവള് പറഞ്ഞു, നമ്മുടെ വീണ എസ് നായർ പറഞ്ഞു, കോൺഗ്രസ് നേതാവ്, അവള് ജയിലിൽ പോയല്ലോ, എന്ത് സമരം നടത്തി. അവള് പറഞ്ഞു ഒരു കുടത്തിന്റെ അകത്ത് വെള്ളം എടുത്തോണ്ട് പോകണം ടോയ്ലറ്റിൽ പോകുന്നത്. കീഴ്ത്തിയെടുക്കും കുടത്തിന്റെ. എന്തൊരവസ്ഥയാണത്. ആലോചിക്കേ. അല്ല, അത് രാഹുൽ ഈശ്വറിനെ പോലെ വളരെ കംഫർട്ടബിളായി ജീവിച്ച ഒരാളെ സംബന്ധിച്ച് ഭയങ്കര തകർന്നു പോകും ഇങ്ങനത്തെ അവസ്ഥ കിടക്കുമ്പോഴേ. എന്തായാലും രാഹുൽ ഈശ്വറിന് പറ്റിയത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ. പിന്നെ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം അങ്ങനെ ജയിലിൽ കിടക്കാൻ, അത്രയും കാലം ജയിലിൽ കിടക്കുന്ന മനുഷ്യനല്ല. എത്രയും വേഗം രാഹുൽ ഈശ്വരൻ ജാമ്യം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും രാഹുൽ ഈശ്വറിന് പറ്റിയതുപോലെ പറ്റാതിരിക്കാൻ സകലരും ശ്രദ്ധിക്കുകയും ചെയ്യുക. നമ്മളും നമ്മുടെ മൗലികാവകാശം ഒക്കെ ആയിരിക്കും ഉപയോഗിക്കുന്നത്. പക്ഷെ ഉപയോഗിക്കുന്ന മൗലികാവകാശം അതിന് ചില പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നമ്മളെ ഈ ഒരു നിയമത്തിന്റെ വലയിലായി കഴിഞ്ഞാൽ ആ വലയ്ക്കുള്ളിൽ തന്നെ നിൽക്കാം. വലയ്ക്ക് പുറത്തേക്ക് പൊട്ടിച്ചു കിടക്കാൻ ശ്രമിച്ചാൽ അല്ല, ഇവരിൽ ഈ പോലീസിനെ എല്ലാവരും ഇറിറ്റേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പണിയാവും. കോടതിയിൽ പോയാൽ മിണ്ടാതിരിക്കുക, ചോദിക്കുന്നതിന് മാത്രം ഉത്തരം പറയുക. എന്തെങ്കിലും പറയണ വക്കീൽ പറഞ്ഞോളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരക്ഷരം പോലും കോടതി പോയി മിണ്ടരുത്. കോടതി നമ്മളോട് ചോദിക്കത്തില്ല. പ്രതിയോട് കോടതി ആ പടം ചോദിക്കുന്നത്. പ്രതിയെ നമ്മൾ ആദ്യം ഹാജരാക്കുമ്പോൾ പോലീസ് ഇടിച്ചോന്ന് ചോദിക്കും, പിന്നെ കുറ്റപത്രം വായിച്ച് കുറ്റം ചെയ്തോന്ന് ചോദിക്കും. ഇങ്ങനെ വല്ലപ്പോഴും ഒരു ചോദ്യം, അതിനൊക്കെ ഉത്തരം യെസ് നോ. അല്ലാതെ നമ്മൾ കഥ പറയേണ്ടത് നമ്മുടെ പണിയല്ല, അത് വക്കീലിന്റെ പണിയാണ്. രാഹുൽ ഈശ്വരന് പറ്റിപ്പോയത് അതാണ്. രാഹുൽ ഈശ്വർ സ്വയം കഥ പറയാൻ തീരുമാനിച്ചു. എന്തായാലും പ്രിയപ്പെട്ട രാഹുൽ, വളരെ സങ്കടമുണ്ട്, വിഷമമുണ്ട്. രാഹുലിനെ പരിഹസിക്കാനും ട്രോളാനൊന്നും ഞാനില്ല. രാഹുലിനോട് സിമ്പതിയാണ് എനിക്കുള്ളത്. രാഹുൽ എത്രയും വേഗം ജയിലിന് പുറത്തേക്ക് ഇറങ്ങട്ടെ, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.